ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് ബ്രാൻഡ് ഇക്വിറ്റി, എലമെൻറ്റ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി ആണ്. ആദ്യം ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്ന് നോക്കാം. ബ്രാൻഡ് ഇക്വിറ്റി സിംപ്ലി റിഫേഴ്സ് ടു വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ്. ഇറ്റ് ഈസ് ദി വാല്യൂ ഇൻഹറൻറ്റ് ഇൻ എ വെൽ നോൺ ബ്രാൻഡ് നെയിം. ഇറ്റ് ഈസ് ദി മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ് സ്ട്രെങ്ത് ഇൻ എ മാർക്കറ്റ്. ഇൻ ഷോർട്ട്, ബ്രാൻഡ് ഇക്വിറ്റി ഈസ് ദി വാല്യൂ ബിൽട്ട് അപ്പ് ഇൻ എ ബ്രാൻഡ്. അതായത് ബ്രാൻഡ് ഇക്വിറ്റി എന്നത് ഒരു ബ്രാൻഡുമായി ബന്ധപ്പെട്ട മൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വാല്യൂ, മാർക്കറ്റിംഗ് വാല്യൂ അങ്ങനെയൊക്കെ ആവാം. ഒരു മാർക്കറ്റിനെ സ്ട്രോങ് ആക്കുന്നത് എപ്പോഴും ആ ബ്രാൻഡിൻ്റെ വാല്യൂ ആണ്. അതാണ് ബ്രാൻഡ് ഇക്വിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റിയാണ് പറയുന്നത്. മെയിനായിട്ട് 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്. ബ്രാൻഡ് അവയർനെസ്, പെർസീവ്ഡ് ക്വാളിറ്റി ഓർ പെർസീവ്ഡ് വാല്യൂ, ബ്രാൻഡ് അസോസിയേഷൻ ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി. അതിൽ ഫസ്റ്റ് വൺ ബ്രാൻഡ് അവയർനെസ്സിൽ പറയുന്നത് ബ്രാൻഡ് അവയർനെസ് മെഷേഴ്സ് ഹൗ മെനി കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് ആർ ഫെമിലിയർ വിത്ത് ദി ബ്രാൻഡ് ആൻഡ് വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആൻഡ് ഹാവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് ബ്രാൻഡ്. The more aware or familiar customers are with a brand, the easier their decision making process will be. അതായത് ഒരു മാർക്കറ്റിൽ എത്ര കൺസ്യൂമേഴ്സിന് നമ്മുടെ ബ്രാൻഡ് അറിയാം എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് കൂടുതൽ അവെയർ ആണെങ്കിൽ അത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടെ ഈസി ആക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കൺസ്യൂമർ അപൂർവമായിട്ട് വാങ്ങുന്ന ഐറ്റംസ്, ആദ്യമായി വാങ്ങുന്ന ഐറ്റംസ്, അതിനൊക്കെ ഈ ബ്രാൻഡ് അവയർനെസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പെർസീവ്ഡ് ക്വാളിറ്റി ഓർ പെർസീവ്ഡ് വാല്യൂ. Perceived value is the relationship between a product's benefits or services benefits and its cost. If they feel an inexpensive brand is about the same quality as a premium brand, the perceived value of the cheaper product or service is high. ഒരു പ്രൊഡക്ട്സിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പെർസീവ്ഡ് ക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രാൻഡഡ് അല്ലാത്ത ഒരു ഐറ്റത്തിന് ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ സെയിം ക്വാളിറ്റി ഉണ്ട് എന്ന് കൺസ്യൂമേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ചീപ്പർ പ്രോഡക്റ്റ് സർവീസസിൻ്റെ പെർസീവ്ഡ് വാല്യൂ ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. തേർഡ് വൺ ബ്രാൻഡ് അസോസിയേഷൻ. Brand associations refer to the mental links that consumers make between a brand and its key product attributes such as logo, slogan, or famous personality. Brand associations often result from a firm's advertising and promotion efforts. ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ ഒരു ബ്രാൻഡും അതിൻ്റെ പ്രധാന ആട്രിബ്യൂട്ടുകളും തമ്മിലുള്ള മാനസിക ബന്ധത്തെയാണ് പരാമർശിക്കുന്നത്. ലോഗോ, സ്ലോഗൻ അല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റി ഇവയൊക്കെയാണ് നമ്മളിവിടെ ആട്രിബ്യൂട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫേംസിൻ്റെ അഡ്വർടൈസിങ് അല്ലെങ്കിൽ പ്രൊമോഷൻ, അതിൽ നിന്നാണ് പലപ്പോഴും ഈ ബ്രാൻഡ് അസോസിയേഷൻ ഉണ്ടാവുന്നത്. ബ്രാൻഡ് ഇക്വിറ്റിയുടെ 4th എലമെൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. ബ്രാൻഡ് ലോയൽറ്റി. Brand loyalty occurs when a consumer buys the same brand's product or service repeatedly over time rather than buying from multiple suppliers within the same category. അതായത് സെയിം കാറ്റഗറിയിലുള്ള ഒന്നിലധികം സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഒരു കൺസ്യൂമർ ഒരേ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നം തന്നെ ആവർത്തിച്ച് വാങ്ങുന്നു. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൺസ്യൂമേഴ്സ് ഒരേ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നം തന്നെ ആവർത്തിച്ച് വാങ്ങുന്നതെന്ന് വെച്ചാൽ ആ ബ്രാൻഡിനോട് കൺസ്യൂമേഴ്സിനുള്ള വിശ്വാസ്യതയാണ് ഇവിടെ കാരണമായിട്ട് വരുന്നത്. അതായത് ആ ഒരു പ്രത്യേക ബ്രാൻഡിനോടുള്ള ആ പ്രത്യേക ബ്രാൻഡിന് കൺസ്യൂമേഴ്സിന് കൂടുതൽ വിശ്വാസം ആയതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് റിപ്പീറ്റായിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് 4 എലമെൻറ്റാണ് പറഞ്ഞത് ബ്രാൻഡ് ഇക്വിറ്റിയുടെ. ബ്രാൻഡ് അവയർനെസ്, പെർസീവ്ഡ് ക്വാളിറ്റി ഓർ പെർസീവ്ഡ് വാല്യൂ, ബ്രാൻഡ് അസോസിയേഷൻസ് ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി. നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റിയാണ്. ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് മാർക്കറ്ററിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യം മാർക്കറ്ററിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസസ് ദി എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്. അതായത് മാർക്കറ്റിംഗ് പ്രോഗ്രാംസിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും കൂട്ടാനായിട്ട് ബ്രാൻഡ് ഇക്വിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ഇറ്റ് അലോസ് എ ഫേം ടു ഹാവ് ഗ്രേറ്റർ കസ്റ്റമർ ലോയൽറ്റി. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു വിശ്വാസ്യത വളർത്തിയെടുക്കാനായിട്ട് ബ്രാൻഡ് ഇക്വിറ്റി ഹെൽപ്പ് ചെയ്യും. ഇറ്റ് അലോസ് എ ഫേം ടു ചാർജ് പ്രീമിയം പ്രൈസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് അച്ചീവിങ് ലെവറേജ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. ഇത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് കസ്റ്റമേഴ്സ് ഇൻ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൽ കസ്റ്റമേഴ്സിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് കസ്റ്റമർ കോൺഫിഡൻസ് ഇൻ ദി പർച്ചേസ് ഡിസിഷൻസ്. അതായത് പർച്ചേസിൽ ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് ഉയർത്താനായിട്ട് ഈ ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഗീവ്സ് യൂസേജ് സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമേഴ്സ്. ഈ 3 അഡ്വാൻറ്റേജസ് ആണ് കസ്റ്റമേഴ്സിനുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ.